പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം വിലക്കി CPI. ഔദ്യോഗിക പാനലിനെതിരെ മത്സര നീക്കമുണ്ടെങ്കിൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് അസാധാരണമായ ഈ നീക്കത്തിന് പിന്നിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പാർട്ടി സർക്കുലർ എന്ന പേരിൽ മത്സരവിലക്ക് റിപ്പോർട്ട് ചെയ്തത്. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ മത്സരം ഉണ്ടാവുകയോ മത്സരത്തിന് ആരെങ്കിലും തയ്യാറെടുക്കുകയോ ചെയ്താൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യണം, പിന്നീട് വീണ്ടും നടത്തണം. ഇതാണ് സർക്കുലറിലെ നിർദ്ദേശം. സംസ്ഥാന സെക്രട്ടറിക്കും നേതൃത്വത്തിനുമെതിരെ വലിയ അതൃപ്തി CPIയിലുണ്ട്. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെതിരെയുള്ള നടപടിയിലും അമർഷം ശക്തമാണ്. സമ്മേളനങ്ങൾ പുരോഗമിക്കുന്തോറും ഇത് മൂർച്ഛിക്കുമെന്നും ഉയർന്ന ഘടകങ്ങളിൽ പോലും മത്സരം ഉണ്ടായേക്കുമെന്നുമുള്ള ആശങ്കയാണ് നേതൃത്വത്തിന്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പല ജില്ലകളിലും ഔദ്യോഗിക വിഭാഗം മുൻകൈയെടുത്ത് മത്സരങ്ങൾ നടത്തിയിരുന്നു. എതിർവിഭാഗത്തെ വെട്ടിനിരത്താനായിരുന്നു ഈ മത്സരങ്ങൾ. ഇത്തവണ അത് തിരിച്ചടിക്കുമെന്ന ആശങ്കയും ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. CPIയിൽ ലോക്കൽ സമ്മേളനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഓഗസ്റ്റിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും. സെപ്റ്റംബർ 8 മുതൽ ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം. ഈ മാസം 23 മുതൽ 25 വരെ തിരുവനന്തപുരത്ത് ദേശീയ കൗൺസിൽ ചേരുന്നുണ്ട്. ഈ ആഴ്ച സംസ്ഥാന കൗൺസിലും ചേരും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. VV അരുൺ തന്നെ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, CPI ഒരു ജനാധിപത്യ സംവിധാനം ഏറ്റവും അധികം ശക്തമായി ഉണ്ട് എന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. പാർട്ടിയിൽ സംഘടനാ ചട്ടക്കൂടുകൾക്കപ്പുറം അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്ന പാർട്ടിയാണ് CPI. ആ CPIയിൽ തന്നെയാണ് ഇത്തരമൊരു വിലക്കിനുള്ള നീക്കം. ഏതു തരത്തിലുള്ള ചർച്ചയാണ് CPIയിൽ തുടങ്ങി വെക്കുന്നത്? ഇത് ആരുടെ അഭിപ്രായമാണ് ഇങ്ങനെ ഒരു നീക്കമുണ്ടായതിന് കാരണം? CPIയിൽ പുറമേ കാണും പോലെ എല്ലാ വലിയ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വലിയ നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നു. വലിയ അമർഷമുണ്ട്. ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി വന്നത് തന്നെ നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അത് നേരത്തെ കാനണ്ടായത് മുൻ സംസ്ഥാന സെക്രട്ടറി കാനണ്ടായതിന് താല്പര്യപ്രകാരം വന്നു. അതുതന്നെ ഒരു പാർട്ടിയിൽ പുതുമയായിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് CPMന് അടിപ്പെട്ട് പ്രവർത്തിക്കുന്ന വിമർശനങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഇപ്പോൾ സംഘടനാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനങ്ങളാണ്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായ ലോക്കൽ സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ഡല സമ്മേളനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ജില്ലാ സമ്മേളനങ്ങളും സെപ്റ്റംബറിൽ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നു. ഈ സമയത്ത് പാർട്ടിക്കുള്ളിൽ ചില നീക്കങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുമെന്ന് ബിനോയ് വിശ്വം അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന 3-4 പേരുമാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന വിമർശനമാണ് എതിർവിഭാഗം ഉന്നയിക്കുന്നത്. മുതിർന്ന നേതാവ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി KE ഇസ്മായിലിനെതിരെ ദേശീയ എക്സിക്യൂട്ടീവ് കൂടിയായിരുന്ന KE ഇസ്മായിലിനെതിരെ നടപടിയുമൊക്കെ അതിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരം മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മുളയിലേ നുള്ളുകയാണ് CPIയുടെ നേതൃത്വം. സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം എന്ന രീതിയിലാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ഇത്തരത്തിൽ സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടാകരുത്, അത് ഏകകണ്ഠമായിരിക്കണം സമ്മേളനങ്ങളുടെ തെരഞ്ഞെടുപ്പും മറ്റും എന്നൊരു നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മത്സരങ്ങൾ ഉണ്ടായാൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യണമെന്ന നിർദ്ദേശവും നൽകുന്നത് അസാധാരണമാണത്. കാരണം ജനാധിപത്യ കേന്ദ്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPI. അങ്ങനെ ഒരു പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്നത് തടയുക എന്നത് വലിയ പാർട്ടി വിരുദ്ധ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ വലിയ അമർഷങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലയളവിൽ പല സ്ഥലങ്ങളിലും മത്സരങ്ങൾ നടന്നിരുന്നു. അത് അന്നത്തെ ഔദ്യോഗിക വിഭാഗം കാനംപക്ഷത്തിന്റെ താല്പര്യപ്രകാരം നടത്തിയ നീക്കങ്ങളാണ്. ചില ആളുകളെ വെട്ടിനിരത്താൻ കമ്മിറ്റികൾ ഒഴിവാക്കാൻ നടത്തിയ നീക്കങ്ങളായാണ് അന്നത് വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ പല പ്രമുഖരും കാനം വിരുദ്ധ പക്ഷത്തെ പല പ്രമുഖരും കമ്മിറ്റികളിൽ നിന്ന് പുറത്തു പോയിരുന്നു. അത് ഇത്തവണ തിരിച്ചടിക്കുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിനുള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ വിലക്കിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ ആഴ്ച CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. അതിന് ഒരുപക്ഷെ വിഷയം വലിയ വിമർശനമായി ഉയർന്നു വന്നേക്കാം. KE ഇസ്മായിൽ നടപടി തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ CPIയിലുണ്ട്. P രാജുവിനെതിരായ പാർട്ടി ആ സമയത്ത് നടപടിയും അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയെ കൊണ്ടുവരാൻ കഴിയാത്തതുമൊക്കെ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അത് പറഞ്ഞ ഇസ്മായിലിന് എന്തിനു നടപടി എന്ന ചോദ്യമാണ്. ഇസ്മായിൽ മുതിർന്ന അംഗമാണ്. അദ്ദേഹം പാലക്കാട് കമ്മിറ്റി ക്ഷണിതാവ് മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ എന്തിനാണ് ഇപ്പോഴും വീണ്ടും നടപടിയെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിലും വലിയ അമർഷമുണ്ട്. സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ തർക്കത്തിലേക്ക് CPIയിലെ പ്രശ്നങ്ങൾ മാറുമെന്ന് നേതാക്കൾ തന്നെ ഉറപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള മത്സര നീക്കങ്ങളെ തടയാൻ അവർ ശ്രമിക്കുന്നത്. ആ മത്സരം താഴെത്തട്ടിൽ മാത്രമല്ല ഉണ്ടാകാൻ സാധ്യത, ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ പോലും ഒരുപക്ഷെ മത്സരങ്ങൾക്ക് ഇടയുണ്ടാകും എന്ന തിരിച്ചറിവുകൊണ്ടാണ് CPI ഇപ്പോൾ ഇത്തരം ഒരു പ്രതിരോധ തന്ത്രം സ്വീകരിക്കുന്നത്. പക്ഷേ അതിനെതിരെ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ ഇതിനകം തന്നെ ഉയർന്നു വരുന്നുമുണ്ട്.
അരുണ്, ഇത് ഒരു കൂട്ടായ നേതൃത്വ തീരുമാനമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു സർക്കുലർ, ഇത്തരം നിർദ്ദേശം മുകളിൽ നിന്നും താഴെ ഘടകങ്ങൾക്ക് നൽകാനാവുക? ഇത് പാർട്ടിയിൽ ഇതിനകം തന്നെ കെ ഇസ്മയിലിനെതിരായ നടപടി വിഷയത്തിലടക്കം വലിയ അതൃപ്തികൾ പലയിടങ്ങളിലുമായി ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സമ്മേളന കാലയളവിൽ ഇതെല്ലാം പരസ്യമായി പുറത്തു വരാനുള്ള സാധ്യതയാണോ നേതൃത്വം മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും സമ്മേളനങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും സമ്മേളനങ്ങൾ തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. ചിലർ നിർത്തിവെച്ചു, ചിലയിടത്ത് സമ്മേളനങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ലോക്കൽ സമ്മേളന കാലയളവിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ലോക്കൽ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പലയിടത്തും അത്തരം സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റു പല ജില്ലകളിലും. പാലക്കാട് ഒരു സമാന്തര കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ഒരു ഘട്ടത്തിൽ തുടങ്ങിയതാണ്. അതിന് പിന്നിൽ കെ ഇസ്മായിൽ എന്ന വിമർശനവും ശക്തമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഒരു നടപടിയിലേക്കൊക്കെ CPI പോയത്. അങ്ങനെ പല ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വം സംസ്ഥാന എക്സിക്യൂട്ടീവാണിത് നിയന്ത്രിക്കേണ്ടതെങ്കിലും അത് 3-4 ആളുകളുടെ കയ്യിലേക്ക് മാറുന്നു. ബിനോയ് വിശ്വവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും എന്ന രീതിയിലേക്ക് മാറുന്നു. നേരത്തെ കാനം പക്ഷത്തുണ്ടായിരുന്ന ആളുകളാണ് പിന്നീട് ബിനോയ് വിശ്വത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ അതൃപ്തിയുണ്ട്. ഈ സമ്മേളനം പുരോഗമിക്കുമ്പോൾ വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു അത് പ്രതിരോധ നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരമൊരു സർക്കുലർ പുറത്തുവിടാൻ നേതൃത്വം വരും തയ്യാറായിട്ടില്ല. ജില്ലാ എക്സിക്യൂട്ടീവ് പങ്കെടുക്കുന്ന നേതാക്കൾ അത് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ സർക്കുലർ ജില്ലാ എക്സിക്യൂട്ടീവിൽ വിതരണം ചെയ്തിട്ടുമില്ല. പക്ഷേ ഇത്തരം നിർദ്ദേശം സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളെയൊക്കെ അത് ഒരു ഘട്ടത്തിൽ അത്ഭുതപ്പെടുത്തിയതുമാണ്. പക്ഷേ സമ്മേളന കാലം ആയതുകൊണ്ട് തന്നെ പരസ്യമായ വിമർശനങ്ങൾ ആ രീതിയിൽ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ വലിയൊരു അമർഷം പാർട്ടിക്കുള്ളിലുണ്ട്. അത് വൈകാതെ സമ്മേളനങ്ങളിലൂടെ മറനീക്കി പുറത്തു വരും. ഒരുപക്ഷേ ഇപ്പോൾ നേതൃത്വ നിലയൊക്കെ വലിയ മത്സരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയേക്കാമെന്നൊരു സാധ്യത CPIക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ അസാധാരണ സാഹചര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു നിർദ്ദേശം തുടക്കത്തിലേ നൽകുക എന്നത്. മുൻകാലങ്ങളിൽ CPMന്റെയും CPIയുടെയും സമ്മേളനത്തിൽ വിഭാഗീയ നീക്കങ്ങൾ ബോധപൂർവം ഉണ്ടായാൽ ആ സമ്മേളനങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്ന പോലെയുള്ള നീക്കങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ഇത്തരം മത്സര നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യുക എന്ന അസാധാരണ നീക്കം